ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വെട്ടക്കുറവുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിന്ന് രാവിലെ 6 മണിയായി. നമ്മളിന്ന് ഷാരലിൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. അപ്പം ഷാരലിനെ റെഡിയാക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ മറിയ ഗോൾഡ്വിനുണ്ട്. ഹായ് മറിയ. അപ്പോൾ എന്ന് മറിയാണ് നമ്മുടെ കൂടെ വരുന്നത്. നമ്മൾ ഇപ്പോൾ ഷരലിനെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് വളരെ ഒരു ബിസി ഡേ ആണ്. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് യു ഗൈസ് ത്രൂ മൈ ഡേ. അയ്യോ, മാപ്പ് നോക്കണം. ഞാൻ പറയാം. ഓക്കെ, എൻ്റെ ഇടയിൽ മാപ്പ് നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ അതാണ് നമുക്ക് ബ്രേക്ക് ആയത്. അപ്പോൾ നമ്മൾ എത്താറായി. ഇന്ന് ഷാരലിൻ്റെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വളരെ സട്ടിലായിട്ടുള്ളൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കാണ്. ഷാരലിനൊരു അടിപൊളി ഗൗണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം പോയി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ലൊക്കേഷൻ എത്തി. ഷാരലിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആക്ച്വലി ഇന്നലെ രാത്രി ഞാൻ എത്തിയതേ ഉള്ളൂ ഒമാനിൽ പോയിട്ട്. ഒമാനിലാണ് എൻ്റെ ഫാമിലി. കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു, ഹസ്ബൻഡിനെ കണ്ടിട്ട് ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. രാവിലെ ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് സെറ്റായി ഫ്രഷായിട്ടിരിക്കുവാണ്. പക്ഷേ ഇന്നൊരു ബിസി ഡേ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ നമ്മളൊരു വെഡ്ഡിങ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടൊരു റിസപ്ഷൻ വർക്ക് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് വിൽ ബി അഗെയിൻ ട്രാവലിംഗ് ടു ന്യൂ പ്ലേസ്. അത് സർപ്രൈസാണ്, ഞാൻ പറയാം. അപ്പോൾ ഇത്രയും പരിപാടികളുണ്ടെന്ന്. സോ സൗണ്ടൊക്കെ അതാണ് കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഐ എം ഓൾ ഗുഡ്. നമുക്ക് അടിപൊളിയായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഷാരലിൻ്റെ വെഡ്ഡിങ് ഡേ ആണ്. എക്സൈറ്റഡ് ഞാന് തോന്നുന്നത്. അപ്പോൾ എങ്ങനത്തെ ലുക്ക് വേണം നിങ്ങൾ മനസ്സിലുണ്ടോ? എന്നോട് ആദ്യമേ പറഞ്ഞതാണ് ഭയങ്കര നാച്ചുറലായിട്ട് വേണമെന്ന്. അപ്പോൾ നമ്മളിന്ന് അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വൈറ്റ് ഗൗണാണ് ഷാരലിന് ഇടുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന പോലെ സറ്റിലായിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഒട്ടും ടൈം കളയാതെ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മുടെ ഷാരലിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓവറൊന്നും ആവാതെ വളരെ സട്ടിലായിട്ടൊരു സിമ്പിൾ മേക്ക് ഓവർ ചെയ്തു. ആൻഡ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാരലിനെ കല്യാണം കഴിക്കാനായിട്ട് വിടാം. നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ പോയപ്പോഴാണ് നമ്മൾ പെട്ട് കിടക്കുന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ കുറേ വണ്ടികൾ ഓൾറെഡി പാർക്ക് ചെയ്തേക്കുവാണ്. അവരിനി ഇറങ്ങിയാലേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ ഫോർ ടൈം ബീങ് വി ആർ ട്രാപ്ഡ്. ആ കിടക്കുന്നതാണ് പെൺകുട്ടി പോകാനുള്ള വണ്ടി. ഇനിയിപ്പോൾ പെൺകുട്ടി പള്ളിയിലോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. അതുവരെ ഇവിടെ നമ്മൾ ട്രാപ്ഡാണ്. നമുക്കിനി ഒത്തിരി ടൈം ഉണ്ടല്ലോ, വണ്ടി പോയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാനായിട്ട് കുറച്ച് പാക്കിംഗ് ചെയ്യാമെന്ന് വെച്ചു. ഇനി നാളത്തേക്കൊക്കെ ഉള്ള ആൾക്കിനുള്ള ബ്രൈഡിനുള്ള അരപ്പട്ടയും നെറ്റിച്ചുട്ടിയൊക്കെ ഒരു ബാഗിലോട്ട് ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ ആ പരിപാടിയിലാണ്. അപ്പോൾ നാളത്തെ ബ്രൈഡിന് കുറച്ച് സിമ്പിൾ ഒരു ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എൻഗേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് സിമ്പിൾ ഹിപ്പ് ചെയിൻസ്, ഹെവി ഹിപ്പ് ചെയിൻസും കൂടെ ഞാൻ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷാരലിനെയൊക്കെ റെഡിയാക്കി
കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ നമ്മുടെ അടുത്ത ബ്രൈഡിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അതെവിടെയാണ്? ഇപ്പം നമ്മളിങ്ങനെ ട്രിവാൻഡ്രത്താണ്. വീണ്ടും മറിയാണ്, മറിയ ഗോൾഡനാണ് ഡ്രൈവർ. മറിയ റൈഡർ മോഡിൽ എത്തിയിരിക്കുകയാണ്. അതെ, അങ്ങനെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം പേട്ടയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇനി പാരിപ്പള്ളിയിൽ എത്തണം. നമുക്കൊരു 12:30 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തി നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഒരു റിസപ്ഷൻ ലുക്കാണെന്ന് ചെയ്യുന്നത്. സോ ഓൾ സെറ്റ്, ലെറ്റ്സ് ഗോ. നമ്മൾ എത്തി ഗൈസ്, നമ്മൾ പാരിപ്പള്ളി എത്തി. നിറയെ സോഹാർ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഫ്രഷ് ആയിട്ട് ഒമാനിൽ നിറയെ സോഹാർ ചിപ്സ് ആണ്. കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇത് വളരെ ഒമാനിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എല്ലാ ഗൾഫിലും എല്ലായിടത്തും കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. സോഹാർ ചിപ്സ് ഏറ്റവും അടിപൊളി ചിപ്സാണ്. അത് പേടിക്കൊള്ളാൻ പറ്റിയ പ്രൊമോഷൻ അല്ല, ഉള്ളിൽ നിന്ന് വന്ന പ്രൊമോഷനാണ്. ഓക്കെ, നമ്മളിത് എത്തി. നമ്മള് പാരിപ്പള്ളി എത്തി, വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വേഗം പോയി റെഡിയാക്കാം. ഓക്കെ, നമ്മളപ്പം പാരിപ്പള്ളിയിലെത്തി. ആൻഡ് ഇന്ന് അക്ഷയുടെ പ്രീ വെഡിങ് റിസപ്ഷൻ അല്ലേ? അപ്പോൾ പ്രീ വെഡിങ് റിസപ്ഷൻ റെഡിയാകാൻ പോവാം. ഞങ്ങൾ ഇപ്പോഴാണ് ഒരു വലിയ റിയലൈസേഷൻ സംഭവിച്ചത്. എനിക്ക് ഞങ്ങൾ പണ്ട് കുഞ്ഞിലെ സ്കൂളിൽ ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ തിരുവാതിര കളിച്ചിട്ടുണ്ട്. നമ്മളൊരു സെയിം സ്കൂളിലായിരുന്നു. പക്ഷേ ഞാനോട് കുഞ്ഞിലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര പരിചയം തോന്നി. എപ്പോഴാണ് പക്ഷെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ആളെ ഫുള്ള് മാറി. എനിക്ക് മാറ്റമുണ്ടോ? ഇല്ല, കുറച്ച് പേര്. അപ്പൊ അതെന്തായാലും വളരെ സർപ്രൈസിങ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടൈം കളയാതെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്താണ് എങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണോ? ഒത്തിരി സാറ്റലൈറ്റ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെയർ സ്റ്റൈലൊക്കെ നമ്മുടെ ബ്രഹ്മ സിഗ്നേച്ചർ ബണ്ണാണ് ഈ പ്രാവശ്യം ചെയ്തത്. കുറച്ച് റെഡ് റോസസും ജിപ്സും ഒക്കെ വെച്ചു. പിന്നെ അതിൻ്റെ പാനും ജ്വല്ലറിക്കും ഒക്കെ ചേരുന്ന പോലെ ആണ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. ഹാപ്പി അല്ലേ? സോ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അക്ഷയുടെ പ്രീ വെഡിങ് ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് റെഡിയാക്കിയിട്ട് നമ്മളിപ്പം തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് യാത്ര തിരിക്കുകയാണ്. ഹിയർ ഈസ് മറിയ. നമ്മൾ അടുത്ത പാക്കറ്റ് ചിപ്സ് പൊട്ടിച്ചു. ഇപ്പോൾ നമ്മൾ അൽമുദീഷ് ചിപ്സാണ് കഴിക്കുന്നത്. നമ്മൾ ലഞ്ച് കഴിച്ചില്ല, ലഞ്ച് കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പോയപ്പോൾ ഒന്നും ചപ്പാത്തി കഴിച്ചത് ഒരു എത്ര മണിക്കാണ്? 9 മണിക്കല്ലേ? 10 മണിക്കില്ല, ചപ്പാത്തി കഴിച്ചതാണ്. വിശക്കുന്നു. അപ്പോൾ നമ്മൾ ചിപ്സ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് എവിടെ പോകണം? അതെ, ബി വെച്ച് തുടങ്ങുന്ന ഒരു സിറ്റിയിൽ പോവുകയാണ് നമ്മൾ. ഗസ് ചെയ്തോ? ഐ എം വെരി എക്സൈറ്റഡ്. കാരണം നമ്മുടെ ആദ്യത്തെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ബ്രൈഡിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബാംഗ്ലൂർ പോവുകയാണ്. എന്താണ് എക്സൈറ്റ്മെന്റ് ഇല്ല? പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക, ട്രിവാൻഡ്രത്ത് പോയി ഫ്ലൈറ്റ് പിടിക്കണം. പക്ഷേ നമ്മളിപ്പം ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. വണ്ടി അനങ്ങുന്നില്ല. നമ്മളെപ്പം എത്തും എന്നറിയില്ലേ. ഹലോ, നമ്മൾ കാറിൽ നിന്നും ഓട്ടോയിലെത്തി. അറിയാം. ഹായ്. അപ്പോൾ നമ്മൾ കേൾക്കാമോ എന്നറിയില്ല. കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്, കുറേ സാധനങ്ങളുണ്ട് എല്ലാം ആയിട്ട് നമ്മൾ വേഗം എങ്ങോട്ടാണ്? എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:20 ഫ്ലൈറ്റ്. നമ്മൾ 5:30 കിട്ടും, പ്രശ്നമില്ല, കുഴപ്പമില്ല. നമ്മൾ വേഗം എത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വേഗം നമുക്ക് എങ്ങനെയെങ്കിലും പോയി ഫ്ലൈറ്റ് പിടിക്കാം.
നമ്മൾ സക്സസ്ഫുള്ളി എയർപോർട്ട് എത്തി. അപ്പോൾ ക്യൂ നിൽക്കുക. വലിയ ക്യൂ ഇല്ല, കുഴപ്പമില്ല, നമുക്ക് ഫ്ലൈറ്റ് കിട്ടും. വിൽ ബി ഗോയിങ്. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് അറിയില്ല. എന്തായാലും പുതുപ്പ് പോലൊരു സ്വെറ്റർ എടുത്തു, നല്ല ഉപകാരമായി. തണുപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ബസ്സിൽ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു 2 hours ഡ്രൈവ് കഴിഞ്ഞ് നമ്മുടെ ഹോട്ടലിലെത്തി. ആൻഡ് ഉറങ്ങാൻ പറ്റില്ല, കാരണം നമുക്ക് സാരി പ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 3-4 സാരി ഉണ്ട്. അപ്പോൾ അതെല്ലാം പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. ആൻഡ് നാളെ വളരെ ഏർലി മോർണിംഗ് സ്റ്റാർട്ടാണ്. നമുക്കൊരു 3:30 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു 2:30 നമുക്ക് എണീക്കണം. ബേസിക്കലി ഉറക്കമില്ല. അപ്പോൾ ഇതാണ് ഒരു വളരെ ഹെക്റ്റിക് ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പം വേഗം ഇത് ചെയ്ത് ഞാൻ അയൺ ചെയ്യുന്നതൊക്കെ കാണിക്കാം. എന്നിട്ട് വേഗം ഉറങ്ങാം. എന്നിട്ട് ഫ്രഷായിട്ട് നാളത്തെ ബ്രൈഡിന് വേണ്ടിയിട്ട് എണീറ്റ് റെഡിയാവാം. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹെക്റ്റിക് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് ഇനി വരാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ ഓൾസോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.